ആദ്യ കൂട്ടൂസ് വേൾഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നൊരു ചെറിയ കിച്ചൺ വീഡിയോയാണ്. സമയമൊക്കെ ലേറ്റായതുകൊണ്ട് പെട്ടെന്ന് പിടിച്ചതാണ്. സമയം താമസിച്ച് 11:45 മീൻ വണ്ടി വന്നപ്പോൾ മോള് ഇത്തിരി മീൻ മേടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെ മീൻ വണ്ടി വന്നപ്പം ഞാൻ ഇറങ്ങി നോക്കി, അങ്ങനെ ഇത്തിരി കണവ മേടിച്ചു. അങ്ങനെ നമ്മുടെ ജോലിക്കാരി, നമ്മളെ തുടപ്പുകാരി ഇന്നലെ വന്നില്ല, ഇന്നാണ് വന്നത്. അപ്പോൾ അവളും ഉണ്ട്. ചക്ക എല്ലാം മൂട്ടിൽ പഴുത്ത് വീണ് കിടക്കുന്നു. അങ്ങനെ ഒരു ചെറിയ ചക്ക നിന്ന് അതും കൂടി അടത്തു. അതിനിടയ്ക്ക് അതും കൂടിയൊക്കെ ആയി. അങ്ങനെ അതെല്ലാം ഒക്കെ വെട്ടിപ്പറിച്ച് കണവയൊക്കെ പെട്ടെന്ന് അരിഞ്ഞെടുത്തു. അതൊന്നും എനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താൻ പറ്റിയിട്ടില്ല. ഞാൻ വീഡിയോയിൽ പിടിച്ചിരുന്നാൽ 4 മണിയായാലും ആണുങ്ങൾക്ക് ഊണ് കൊടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ഇത്, മഴയും പെരുമഴയും അങ്ങനെയൊക്കെ ഉള്ളൊരിതാണ്. അങ്ങനെ ഞാനെല്ലാം പെട്ടെന്ന് തന്നെയൊക്കെ റെഡിയാക്കി എടുത്തു. ഊണ് റെഡിയാക്കുന്ന രംഗങ്ങൾ പിടിക്കാൻ ഞാൻ ഇത്തിരിയൊക്കെ കാണിച്ചിട്ടുണ്ട്. ഇത് കാര്യം ഇൻട്രോ പറഞ്ഞില്ല, അതുകൊണ്ട് അത് എല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. അപ്പോൾ നമുക്ക് കണ്ടാലോ. പെരുമഴ കാരണം ഒന്നും പിടിക്കാൻ പറ്റുന്നില്ല. കണവത്തോരൻ, ഈ കടുവറുത്ത് ഈ അരപ്പൊക്കെ ഇട്ട് അതിലേക്ക് ഇട്ടിരിക്കുകയാണ്. കളറൊക്കെ വേറെ കളറായിട്ട് നമുക്ക് തോന്നുന്നു. ഭയങ്കര മഴയാണ്. നമ്മുടെ സൂപ്പർ കണവത്തോരൻ കടുവറുത്തു, അതിലേക്ക് കണവ ഇട്ടു, എന്നിട്ട് അതിലേക്ക് അരപ്പിട്ടു. ഈ കണവ വേവട്ടെ. നമ്മുടെ കളർ വേറെ ആയിട്ടാണ് തോന്നുന്നത് അല്ലേ. ഇത് മോള് ഇന്നലെ മേടിച്ചുകൊണ്ട് വന്ന അയലയാണ്. ഇന്നലെ എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. എൻ്റെ ബർത്ത്ഡേ അല്ല, എൻ്റെ ജന്മനാളായിരുന്നു എന്ന് വിചാരിച്ച് ഞാൻ നെത്തോലിയും കൂട്ടാൻ വെച്ചു. നമ്മുടെ വീട്ടിൽ പിടിച്ച നമ്മൾ മലക്കറിയൊക്കെ മേടിക്കുമ്പോൾ കിട്ടുന്നൊരു സാധനം ഉണ്ടല്ലോ, അത് നമ്മുടെ വീട്ടിൽ തന്നെ കഴിഞ്ഞ വർഷം ഉണ്ടായിരുന്നു. കണ്ടാൽ തടിയങ്കായ പോലെ ഇരിക്കുന്ന ഒരു കഴുത്തങ്കായ എന്നും പറയാം, തടിയങ്കായ എന്നും പറയാം. പക്ഷേ വിഷമില്ലാത്ത സാധനമല്ലേ, തോരൻ വയ്ക്കാനൊക്കെ നല്ല ഒരിതാണ്. അപ്പോൾ അത് തോരനും വെച്ച് തൊലിയൊക്കെ കൂട്ടാൻ വെച്ചു. നമ്മുടെ ചോറൊക്കെ കഴിച്ചിട്ട് ഇന്നലെ അടുത്ത ഒരു ബർത്ത്ഡേ ഫംഗ്ഷന് വേണ്ടി ഞങ്ങൾ പോയിരുന്നു. ഭയങ്കര ഒരു ബർത്ത്ഡേ ഫംഗ്ഷനായിരുന്നു. അവിടെ 1 വയസ്സ് തികയുന്ന കുഞ്ഞിൻ്റെ അച്ഛനും ഒക്കെ വന്ന് ഭയങ്കര ആഘോഷമായിരുന്നു. നമ്മളങ്ങനെ ഫസ്റ്റ് ഇതിൽ തന്നെ ഇരുന്ന് ആഹാരം കഴിച്ചിട്ട് ഞങ്ങളിഞ്ഞ് പോന്നു. മോളവിടെ നിന്നു. പിന്നെയും ശരിക്കും ആളൊക്കെ വന്ന് ഭയങ്കര ഒരു ഇതായിരുന്നു എന്ന് പറയുന്നു. എന്തായാലും ഞങ്ങളും അതിൽ പങ്കെടുത്തു. ഇപ്പോൾ ഇതാ പെരുമഴ ഇങ്ങനെ പെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പം നിങ്ങളവിടെയൊക്കെ റംബൂട്ടാനുണ്ടോ? നമുക്ക് ഈ വർഷം റംബൂട്ടാൻ കുറവായിരുന്നു. എന്നാലും നമുക്ക് തിന്നാനും നമ്മുടെ ചുറ്റും ഉള്ളവർക്കൊക്കെ 2 കൊടുക്കാനുമൊക്കെ ഉണ്ടായിരുന്നു. ഇനി നമ്മുടെ വരിക്കയിൽ ഒരു 5-6 കാ നിർത്തിയേക്കുന്നു. എൻ്റെ കൊച്ചുങ്ങൾ വരുമ്പം, വരികയാണെങ്കിൽ, ഇനിയിപ്പോൾ അമ്മയുടെ ആണ്ടാണ്, വരികയാണെങ്കിൽ എൻ്റെ കൊച്ചിന് കൊടുക്കാനായിട്ട് അന്ന് വരെ നിൽക്കുമെന്നറിയില്ല. കളർ വീണ് നിൽക്കുകയാണ്. അവിടെ നിന്ന് കൊണ്ടുവന്ന് നട്ടതാണ്. എൻ്റെ മരുമോളെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന് നട്ട റംബൂട്ടാനുകളാണ്. ആദ്യമായി അവിടെ നിന്ന് കൊണ്ടുവന്ന് ഒരു അരിയിട്ടാണ് നമസ്തേന്ന് ഞാനിവിടെ റംബൂട്ടാൻ പിടിപ്പിക്കുന്നത്. പിന്നെ എൻ്റെ മോൻ അവിടെ നിന്ന് കുറേ തൈകളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ 4 വശവും വെച്ചു. അതിൽ കുറേ എണ്ണം റംബൂട്ടാനാണ്. അതും കൂടെ ഉണ്ടെങ്കിലേ ഇത് പിടിക്കുള്ളൂ പറയുന്നു. അതുകൊണ്ട് ഒരിക്കലും അത് വെട്ടിക്കളയില്ലെന്ന് പറയുന്നു. അപ്പം അങ്ങനെയൊക്കെയാണ് റംബൂട്ടാൻ്റെ കഥകൾ. അപ്പോൾ നമ്മുടെ കണവത്തോരൻ റെഡി. ഉണ്ടോ? മീനിൻ്റെയൊക്കെ വില കേട്ടാൽ 1/2 കിലോ കണവ ഇത് 150 രൂപ. ഉണ്ടോ? അയലക്കറി മോളങ്ങ് അത് നമ്മളിവിടെ മുറ്റത്ത് കൊണ്ടുവന്നതാണ്. ഇത് മോളങ്ങ് മേടിച്ചുകൊണ്ട് വന്നതാണ്. ഈ നല്ല സൂപ്പർ അയലക്കറി. കണ്ടോ?
അപ്പം നമ്മുടെ എല്ലാം കഴിഞ്ഞ് ഊണൊക്കെ വിളമ്പി ഒരു കൊച്ച് കിച്ചൺ വീഡിയോയാണ്. അപ്പം കണവത്തോരനും ഇലക്കറിയൊക്കെ വെച്ചു, ചക്കയൊക്കെ കൂട്ടാൻ വെച്ചു. ചക്ക കൂട്ടാൻ വയ്ക്കുന്നതൊന്നും ഞാൻ ഇതിൽ കാണിച്ചിട്ടില്ല. അത് അകത്തോട്ടാണ് പെട്ടെന്ന് തീ മോള് കൊണ്ടുവച്ചത്. കാര്യം അല്ലെങ്കിൽ എല്ലാം താമസിക്കും. അങ്ങനെയൊക്കെ എല്ലാം എന്തായാലും തട്ടിക്കൂട്ടിയൊക്കെ എടുത്തു. അങ്ങനെ ഊണ് റെഡിയായി. മോളെ അമ്മാവനും ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ എല്ലാമൊക്കെ റെഡിയാക്കി നമ്മൾ ഊണ് കഴിച്ചു. അപ്പോൾ എൻ്റെ വീഡിയോ പോയി കണ്ടിട്ട് വരൂ. എന്നിട്ട് അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കൂ. എന്നിട്ട് നിങ്ങളൊരു ചെറിയ ലൈക്കെങ്കിലും ഒരു ചെറിയതായിട്ടൊന്ന് ഞെക്കിയാൽ മതിയല്ലോ. ഒരു ലൈക്ക് ഇഷ്ടമായുവെങ്കിൽ ഒരു ലൈക്ക് തരിക. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒരു സബ്സ്ക്രൈബും കൂടെ ചെയ്ത് എങ്കിൽ മാത്രമേ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കാണാൻ കഴിയൂ. അതുപോലെ അടുത്തുള്ള ബെല്ലൈക്കൻ ഒന്ന് അമർത്തി വെച്ചിരുന്നാൽ ഞാനിടുന്ന കുഞ്ഞു കുഞ്ഞു വീഡിയോകളുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾ അപ്പോഴപ്പോഴും തന്നെ കിട്ടും. അപ്പോൾ അടുത്ത നല്ല വീഡിയോയിൽ കാണുന്നത് വരെ ടാറ്റാ ബൈ.